ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും, അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ വീക്ക്ലി ഭാഗവതം സെഷനിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ഭാഗവതത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ്, ആദ്യത്തെ ക്യാൻഡോ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഭക്തിയെക്കുറിച്ച്, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾ സൂത ഗോസ്വാമി ആൻസർ പറയുകയാണ്. ലോകത്തിലെ ജനങ്ങൾക്ക് എല്ലാമുള്ള പരമമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യം എന്താണ്, അൾട്ടിമേറ്റ് ഗുഡ് എന്താണ്, രണ്ട് എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ്, വൈദിക സാഹിത്യങ്ങളുടെ എല്ലാം സാരം എന്താണ്, ഇതിന് രണ്ടിൻ്റെയും ആൻസർ എന്താണ്, ഭക്തി. അത് നമ്മൾ കണ്ടു കഴിഞ്ഞ തവണ. അതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ 11ാമത്തെ ശ്ലോകം വരെ എത്തി. ഭഗവാനെ 3 തരത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, റിയലൈസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ, ഈ 3 തരത്തിലുള്ള ഭഗവാന്റെ എന്താണ് ഫോം, അല്ലെങ്കിൽ 3 തരത്തിൽ ഭഗവാനെ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിനോടൊപ്പം അതിനുശേഷം ഈ ഭക്തി, അതായത് എന്താണ്, ജീവന്റെ ധർമ്മം എന്ന് പറയുന്നത് തത്വജിജ്ഞാസയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഈ തത്വം എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് തത്വത്തിനെ കുറിച്ച് പറഞ്ഞത്. തത്വം എന്ന് പറയുന്നത് എന്താണ്, പിന്നെ പരമസത്യം. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് പരമസത്യത്വം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 3 തരത്തിൽ പരമസത്യത്തെ നമുക്ക് മനസ്സിലാക്കാം. ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ. ബ്രഹ്മൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നുമുള്ള ആ പ്രകാശത്തിനെയാണ്. അതിന് രൂപമില്ല, അരൂപം എന്നൊക്കെ നമ്മൾ പറയും. ബ്രഹ്മൻ എഫൾജൻസ് എന്ന് പറയും. ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതെല്ലാം എൻ്റെ ശരീരത്തിൽ നിന്നുള്ള പ്രകാശമാണ് എന്ന് പറയും. ഇനി 2 പരമാത്മ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഭഗവാൻ വന്നിട്ട് ക്ഷീരോദകശായി വിഷ്ണു പരമാത്മ ആയിട്ട് എന്താണ് ഇരിക്കുന്നു. അദ്ദേഹത്തിനെയാണ് നമ്മൾ പരമാത്മ എന്ന് പറയുന്നത്. ഇനി 3ാമത് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ തൻ്റെ പരിജനങ്ങളോടൊപ്പം സദാ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കാനുള്ള മാർഗമാണ് ഭക്തി എന്നാണ് 1ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു വരുന്നത്. ഇനി തത്വം പറഞ്ഞു, തത്വത്തെ 3 തരത്തിൽ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 തരത്തിൽ മനസ്സിലാക്കുന്ന തത്വത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭക്ത്യാ ശ്രുതഗൃഹീതയാ. ഭക്ത്യാ ശ്രുതഗൃഹീതയാ എന്ന് പറയുന്നത് എന്താണ്, ഭക്തി കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമുക്ക് തോന്നുന്ന പോലെയുള്ള ഭക്തിയല്ല. ശ്രുതഗൃഹീതയാ എന്ന് പറഞ്ഞാൽ വൈദിക സാഹിത്യങ്ങൾ, അതായത് ശ്രുതി, സ്മൃതി, പുരാണാദി വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് വേണം ഭക്തി ചെയ്യാൻ. അല്ലാതെ നമ്മൾക്ക് തോന്നുന്നത് പോലെ എനിക്ക് ഇതാണ് വഴി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭക്തി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രയോജനമുള്ള ഭക്തിയല്ല. അത് വെറും ടൈം വേസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അവിടെ വരെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന. യശോദനന്ദന വ്രജ ജനരഞ്ജന. യമുനാ തീരവനചാരി. യമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ
രാമ രാമ ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം, കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ്, ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ്, പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ഗുരുദേവ്, ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ, നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം അവിടെയാണ് നമ്മൾ എത്തി നിന്നത്. തശ്രദ്ധാന മുനയ ജ്ഞാനവൈരാഗ്യയുക്തയ പശ്യന്തി ആത്മനി ച ആത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയ. അതാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്, ഭക്ത്യാ ശ്രുതഗൃഹീതയ. അങ്ങനെ എന്താണ് ശ്രദ്ധധാന മുനയോ, അതായത് ശ്രദ്ധയോടുകൂടി ഭഗവാനെ സേവിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന മുനിമാർ എന്ത് ചെയ്യുന്നു? ഭക്തി കൊണ്ടാണ് ഈ അബ്സൊല്യൂട്ട് ട്രൂത്ത് അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനെ, പരമസത്യത്തിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി ആ ഭക്തിയുടെ വിവിധ തരത്തിലുള്ള മേഖലകളിലേക്കാണ് ആര് പോകുന്നത്? സൂത ഗോസ്വാമി പോകുന്നത്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തോന്നുന്ന വിധത്തിൽ ഭക്തി പ്രാക്ടീസ് ചെയ്താൽ ശരിയാവുകയില്ല. അതിന് ഒരു നിയമം, നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ആചാര്യന്മാർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഭക്തി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? നമുക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ അടുത്ത് എത്താൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം? നമ്മൾ പല വഴി ചിതറിപ്പോകും. പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ശ്രുതഗൃഹീതയ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 13 ശ്ലോക 13. അത പുംഭിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വാനുസ്ഥിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. അഥ പുംഭിർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വാനുസ്ഥിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. എന്താ അവിടെ പറയുന്നത്? നമ്മൾ നേരത്തെ വർണ്ണാശ്രമത്തിൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 4 തരത്തിലുള്ള വർണ്ണങ്ങൾ, 4 തരത്തിലുള്ള ആശ്രമങ്ങൾ. നമ്മളുടെ ഗുണവും കർമ്മവും അനുസരിച്ച് നമ്മൾ ഈ ഓരോ വർണ്ണത്തിലും ആശ്രമത്തിലുമാണ് പെടുന്നത്. ബ്രഹ്മചാരി, ഗാർഹസ്ഥൻ, വാനപ്രസ്ഥി, സന്യാസി, ഇത് ആശ്രമങ്ങൾ. പിന്നെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇത് വർണ്ണം. അപ്പോൾ അങ്ങനെ ഈ 4 വിഭാഗത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്താലും അത് ഹരിതോഷണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് എല്ലാ വർണ്ണത്തിലും എല്ലാ ആശ്രമത്തിലുമുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു ഇല്ലേ? അങ്ങനെ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ശ്രമ ഏവഹി കേവലം, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത വെറും എൻഡവർ മാത്രമായി തീരും അത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയും അത് ഊന്നി പറയുകയാണ്. അഥ പുംഭിർ ദ്വിജശ്രേഷ്ഠ. ദ്വിജശ്രേഷ്ഠൻ ആരാണ്? അവിടെ ഇരിക്കുന്ന ആ ഒരു സൂത ഗോസ്വാമിയുടെ മുമ്പിലിരിക്കുന്ന ശൗനകാദി ഋഷികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സൂത ഗോസ്വാമി പറയുകയാണ്, അവരോട് പറയുകയാണ്, അല്ലയോ ദ്വിജശ്രേഷ്ഠ, വർണ്ണാശ്രമം എന്ന് പറയുന്ന വിഭാഗങ്ങളെല്ലാം എന്തിനാണ്? സ്വ അനുസ്ഥിതസ്യ ധർമ്മസ്യ, അതായത്
ഏത് ആശ്രമത്തിലാണോ അല്ലെങ്കിൽ വർണ്ണത്തിലാണോ അവരുടെ ഗുണവും കർമ്മവും അനുസരിച്ച് വരുന്നത്, അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യണം? ഹരിതോഷണം. ഹരി ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ? അപ്പോൾ തോഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പ്രസാദിപ്പിക്കുക. അപ്പോൾ ഈ വർണ്ണാശ്രമധർമ്മത്തിന് ഒരേ ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? ഹരിതോഷണം. എന്ത് ധർമ്മത്തിലാണോ അല്ലെങ്കിൽ എന്ത് വർണ്ണത്തിലാണോ ആശ്രമത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, അതേ എന്ത് ചെയ്യുക? ഹരിതോഷണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വർണ്ണാശ്രമത്തിന്റെ അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഹരിതോഷണം. അതാണ് ഭക്തി എന്ന് പറഞ്ഞ ആ പ്രോസസ്സിൽ കൂടെ എല്ലാവരും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൂത ഗോസ്വാമി ഈ ഒരു പാർട്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ചുരുക്കി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് 14ാമത്തെ ശ്ലോകത്തിൽ. എന്താണ് കൺക്ലൂഷൻ? അതുകൊണ്ട് പറയുകയാണ് അദ്ദേഹം, തസ്മാത് ഏകേന മനസ ഭഗവാൻ സാത്വതാം പതിഃ ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യദാ. തസ്മാത് ഏകേന മനസാ ഭഗവാൻ സാത്വതാം പതിഃ ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യദാ. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള 3 കാര്യങ്ങൾ പറയുന്നു. കൺക്ലൂഷൻ, ഈ ഒരു വർണ്ണാശ്രമധർമ്മത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വം എന്താണ്, ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞിട്ട് സൂത ഗോസ്വാമി ഇവിടെ നിർത്തുന്നു. 3 കാര്യങ്ങൾ പറയുന്നു. തസ്മാത്, അതുകൊണ്ട്, ഏകേന മനസ, വളരെ എന്താണ് ഡൈവേർട്ട് ചെയ്യാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ കേന്ദ്രീകൃതമായിട്ടുള്ള മനസ്സുമായിട്ട്. ഭഗവത്ഗീതയിൽ പറയുന്നു വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്ന ഒരു പാർട്ട്, ഒരു ശ്ലോകം ഉണ്ട്. അവിടെ വെച്ച് ഭഗവാൻ പറയുന്ന വ്യവസായാത്മിക ബുദ്ധി, അതായത് നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൽ മാത്രം കേന്ദ്രീകരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആ വഴി ഈ വഴി ഒന്നും തിരിഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. ഇവിടെയും സൂത ഗോസ്വാമി അത് തന്നെ പറയുന്നത്. തസ്മാത്, അതുകൊണ്ട്, ഏകേന മനസ, ഏകേന മനസ എന്ത് ചെയ്യണം? ഭഗവാൻ സാത്വതാംപതി, സാത്വതാംപതി ആയ ഭഗവാനെ എങ്ങനെ വർഷിപ്പ് ചെയ്യണം? ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ. ഈ 4 കാര്യങ്ങൾ, അതായത് ശ്രോതവ്യ, ശ്രുത അല്ലെങ്കിൽ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ് അർത്ഥം. ശ്രോതവ്യ. കീർത്തിതവ്യ, കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോറിഫൈ ചെയ്യുക, കീർത്തിക്കുക, മലയാളമാണ്. ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ, ധ്യേയ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? റിമെമ്പർ ചെയ്യുക, ഓർക്കുക അല്ലെങ്കിൽ സ്മരിക്കുക എന്നാണ് അർത്ഥം. അതും പൂജ്യ, വർഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആരാധിക്കുക. എപ്പോഴാണ്? നിത്യത എന്നും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറയുന്നു. തസ്മാത് ഏകേന മനസ ഭഗവാൻ സാത്വതാംപതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. നിത്യത, അതിന് ബ്രേക്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെയും പറഞ്ഞു അഹൈതുകി അപ്രതിഹത, അതുകൊണ്ട് ബ്രേക്ക് ഒന്നും എടുക്കരുത്. നിത്യത, അങ്ങനെ തന്നെ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ഈ പ്രോസസ്സിൽ കൂടി പോകണം എന്നിട്ട് അപ്പോൾ ഈ പ്രോസസ്സിൽ കൂടെ പോയാൽ എന്താണ് ഗുണം? ഈ പ്രോസസ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ഭക്തി. ഭക്തിയെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഗുണം? 15ാമത്തെ ശ്ലോകത്തിൽ സൂത ഗോസ്വാമി പറയുന്നു, ഇങ്ങനെ ഏകേന മനസ സാത്വതാംപതിയെ ഭഗവാനെ ശ്രോതവ്യ കീർത്തിതവ്യ ധ്യേയ പൂജ്യ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ നിത്യത വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യദ്ദനുധ്യാസിനാ യുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ഛിന്ദന്തി കോവിദാസ്തസ്യ കോന കുര്യാത് കഥാരതിം. ഒന്നും കൂടി പറയാം. 15ാമത്തെ ശ്ലോകം. യദ് അനുധ്യാസിനാ യുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ഛിന്ദന്തി കോവിദാസ്തസ്യ കോന കുര്യാത് കഥാരതിം. 15ാമത്തെ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. യദ് അനുധ്യാസിനാ യുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ഛിന്ദന്തി കോവിദസ്തസ്യ
കോന കുര്യാത് കഥാരതിം. എന്താണ് പറയുന്നത്? യദ് അനുധ്യാസിനാ യുക്ത. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ഭക്തിയെ കുറിച്ചാണ്. ഈ പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം എന്നാണ് ഇവിടെ ആര് പറയുന്നത്? സൂത ഗോസ്വാമി പറയുന്നത്. യദ് അനുധ്യാസിനാ യുക്ത. എന്താണ് ഈ അനുധ്യാസിനാ യുക്ത എന്നതിൻ്റെ അർത്ഥം? അനുധ്യാസിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുധ്യ എന്ന് പറഞ്ഞാൽ റിമെമ്പറൻസ് അല്ലെങ്കിൽ സ്മരണം എന്നാണ് അർത്ഥം. ആസിന എന്ന് പറഞ്ഞാൽ സ്വോർഡ്, വാൾ എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ആയുധം പോലെയാണ്. എന്തിനുള്ള ആയുധം? കർമ്മഗ്രന്ഥി നിബന്ധനം. അത് ഭയങ്കര ഒരു കർമ്മം, പ്രതികർമ്മം. നമ്മൾ ചെയ്യുന്നതിന് അതിൻ്റെ പ്രതിപ്രവർത്തനമുണ്ട്. അങ്ങനെ പ്രതിപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ വീണ്ടും അതിന് പ്രതിപ്രവർത്തനമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ കർമ്മം ചെയ്യുന്നു, അതിൻ്റെ പ്രതിപ്രവർത്തനം അനുഭവിക്കുന്നു, അതിൻ്റെ പുണ്യവും പാപവും എല്ലാം സ്വീകരിക്കുന്നു, വീണ്ടും കർമ്മം ചെയ്യുന്നു. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇത് വന്നിട്ട് നമ്മൾ എണ്ണമറ്റ കാലത്തോളം നമ്മൾ നിത്യബദ്ധരെന്നും പറയുന്ന ജീവാത്മാക്കളാണ്. ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ എപ്പോഴാണ് വന്നത് എന്ന് നമുക്കറിയുകയില്ല. അപ്പോൾ ഈ ചിന്തിക്കാൻ പറ്റാത്ത കാലത്തോളം നമ്മൾ ജനന മരണ ചക്രത്തിൽ ഈ കർമ്മം പ്രതികർമ്മം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഒരു ടൈറ്റ് നോട്ടായി മാറി. നോട്ടെന്ന് പറഞ്ഞാൽ കെട്ട്. ഇതിനെ ഈ പ്രകാരം നമ്മൾ നൂലിനെ കെട്ടി അവസാനം അഴിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഗ്രന്ഥി കെട്ടായി മാറി. കർമ്മഗ്രന്ഥി എന്ന് പറയും. അപ്പോൾ ആ കർമ്മഗ്രന്ഥിയെ എന്ത് ചെയ്യണം? പൊട്ടിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആധ്യാത്മിക ലോകത്തിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെയാണ്, ഭൗതിക ലോകത്തിലാണ് ഈ കർമ്മഗ്രന്ഥി എല്ലാം ഉള്ളത്. അതിനെ പൊട്ടിച്ചാൽ മാത്രമേ എവിടെ പോകാൻ പറ്റുകയുള്ളൂ? ആധ്യാത്മിക ലോകത്തിൽ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ സൂത ഗോസ്വാമി പറയുന്നു കർമ്മഗ്രന്ഥി നിബന്ധനം. അതിന് എന്താണുള്ളത്? ഒരു വാളുണ്ട്. എന്ത് വാളാണ്? അല്ലെങ്കിൽ ഒരു ആയുധമുണ്ട്, ഒരു അസീന ഉണ്ട്. യദ് അനുധ്യാസിന യുക്ത. നേരത്തെ പറഞ്ഞ ആ ഒരു വർഷിപ്പ് ചെയ്യുന്ന ഭഗവാന്റെ ആ പ്രോസസ്സ് അല്ലെങ്കിൽ ഭക്തി എന്ന ആ പ്രോസസ്സിനെയാണ് ഇവിടെ ആയുധം എന്ന് പറഞ്ഞത്. എന്നിട്ട് ആ ആയുധം കൊണ്ട് എന്ത് ചെയ്യണം? ചിന്തന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിച്ച് കളയണം. അപ്പോൾ ആ ആയുധം ഏതാണ്? ഭക്തിയാണ്. എന്തിനുള്ള ആയുധം? കർമ്മഗ്രന്ഥി നിബന്ധനത്തിനുള്ള ആയുധം. ആ ആയുധം കൊണ്ട് ഇതിനെ വേരോടെ നമ്മൾ മുറിച്ചു കളയും. എന്നിട്ട് ചോദിക്കുകയാണ്, ആ ഭക്തി എന്ന പ്രോസസ്സിനെ കുറിച്ച് ആരാണ് കേൾക്കാൻ താല്പര്യമില്ലാത്തത്? കോന കുര്യാത് കഥാരതിം. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ തരത്തിലുമുള്ള കർമ്മഗ്രന്ഥിയെ വന്നിട്ട് ചിന്തന്തി അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് കേൾക്കാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സൂത ഗോസ്വാമി പറയുകയാണ് ഭക്തിയുടെ വിവിധ പടവുകൾ. എന്താണ് ഭക്തിയുടെ വിവിധ പടവുകൾ? ഇത് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ട്. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥനിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. ഇങ്ങനെ 9 തരത്തിലുള്ള ലാഡർ, അതായത് കോണിപ്പടിയാണ് ഭക്തിയുടെ. താഴേന്ന് തുടങ്ങി ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള പ്രേമഭക്തി എന്ന് പറയുന്ന ആ ലെവലിലേക്ക് എത്താൻ ഈ ഒരു കോണിപ്പടിയാണുള്ളത്. അപ്പോൾ ഭാഗവതത്തിൽ ഈ 16-ാം ശ്ലോകം മുതൽ 22-ാമത്തെ ശ്ലോകം വരെ ഈ ഭക്തിയുടെ പ്രോസസ്സിനെ വളരെ മനോഹരമായിട്ട് സൂത ഗോസ്വാമി ശൗനകാദി ഋഷികൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 16-ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. എന്താണ് ആദ്യം? ശ്രദ്ധ അല്ലേ? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ. ഇതാണ് നമ്മളുടെ ലെവലിൽ, അതായത് ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു പുതുഭക്തൻ ആ ലെവലിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ തുടങ്ങുന്നത്. അതായത് ഒരു ആള് ഒരു ഭക്തനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ, ഒരു ഭക്തനുമായിട്ട് ബന്ധത്തിൽ വരുമ്പോൾ ആ ഭക്തൻ നമുക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരും. ആ ഭക്തന്റെ ആ വാക്കുകളിൽ നമുക്ക് ചെറിയൊരു എന്തുണ്ടാകും? വിശ്വാസമുണ്ടാകും. ആ വിശ്വാസം, ഇനീഷ്യൽ വിശ്വാസം അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ആ വിശ്വാസമാണ് വളർന്ന് 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 ഈ സ്റ്റെപ്പെല്ലാം കയറി എവിടെ പോകുന്നത്? പ്രേമഭക്തിയിലേക്ക് നമ്മളെ എത്തിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്. 16-ാമത്തെ ശ്ലോകം. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ
कथारुचिः स्यान्महत्सेवया विप्र पुण्यतीर्थनिषेवनात् शुश्रूषो श्रद्धधानस्य वासुदेवकथारुचिः स्यन्महत्सेवया विप्र പുണ്യതീർത്ഥനിഷേവനാത്. വിപ്ര അല്ലയോ വിപ്ര. വിപ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലയോ ബ്രാഹ്മണന്മാരെ. ആരാണ്? ശൗനകാദി ഋഷികളോട് ചോദിക്കുകയാണ്. അല്ലയോ വിപ്ര. എന്താണ് പറയുന്നത്? ഈ പ്രോസസ് ഓഫ് ഭക്തി തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ശ്രദ്ധധാനസ്യ ശുശ്രൂഷ. ആദ്യത്തെ പാർട്ട് ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ. എന്താണ് ചെയ്യുന്നത്? ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ സ്യന്മഹത് സേവയ. ഈ രണ്ട് വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ തുടക്കത്തിൽ എന്താണ് ചെയ്യുന്നത്? മഹത് സേവ. സ്യൻ മഹത് സേവ. എന്താണ് മഹത് സേവ എന്ന് പറഞ്ഞാൽ? ഭക്തന്മാരോടുള്ള സമ്പർക്കം, അവരോട് ചെയ്യുന്ന സേവനം. ഇതിനെയാണ് മഹത് സേവ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ്? ആദ്യം തുടക്കത്തിൽ നമ്മളൊരു ഭക്തനെ കണ്ടുമുട്ടും. ആ ഭക്തൻ നമ്മൾക്ക് ആരെക്കുറിച്ച് പറഞ്ഞു തരും? ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരും, ഭക്തിയെക്കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ ആ ഭക്തന്റെ വാക്കുകളിൽ വിശ്വസിച്ച് നമ്മൾ അദ്ദേഹത്തിന് സേവനം അർപ്പിക്കുന്നു. അതാണ് മഹത് സേവയ എന്ന് പറയുന്നത്. അങ്ങനെ മഹത് സേവ ചെയ്യുമ്പോൾ അവർ വളരെ കൃപാലുക്കളാണ്, അല്ലേ? ആരാണ്? ഭക്തന്മാർ വളരെ കൃപാലുക്കളാണ്. കാരണം ഭക്തന്മാർക്ക് ഭഗവാനോട് സ്നേഹമുണ്ട്, അതുപോലെ ഭഗവാന്റെ അംശങ്ങളായ എല്ലാ ജീവാത്മാക്കളോടും സ്നേഹമുണ്ട്. എല്ലാ ജീവാത്മാക്കളും തിരികെ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് എത്തി സന്തോഷിക്കണമെന്നാണ് എല്ലാ ഭക്തന്മാരുടെയും ആഗ്രഹം, പരിശുദ്ധ ഭക്തന്മാരുടെ ആഗ്രഹം. അപ്പോൾ അവരെന്തു ചെയ്യും? അവർ കൃപ എന്താണ് തരുന്നത്? കൃപ, സത്തുക്കളുടെ കൃപ. അപ്പോൾ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ വന്നിട്ട് ഈ ശ്രദ്ധ എന്നുള്ള ആ സ്റ്റേജിന് മേലെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന് മഹത് സേവ, രണ്ട് അങ്ങനെ മഹത് സേവ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? സതാം കൃപ, അവരുടെ കൃപ. ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്, വിശ്വാസം. ശരിയാണ്, ഇവർ എത്രയധികം ഈ ഭക്തി ചെയ്യുന്നത് കൊണ്ട് ഇവർ വന്നിട്ട് എന്താണ് ഭയങ്കര സന്തോഷിക്കുന്നു. അവർ ഭഗവാനെ കാണുന്നു, അവർ സേവനം ചെയ്യുന്നു, അവർ സദാ എന്ത് ചെയ്യുന്നു? സന്തോഷത്തിൽ നിൽക്കുന്നു. ഭൗതിക ലോകത്തിൽ ഇങ്ങനെ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ സന്തോഷത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, എന്നും സന്തോഷത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ നല്ല പ്രോസസ്സ് ആയിരിക്കണം എന്ന് നമുക്ക് ഒരു ഫെയ്ത്ത് ഉണ്ടാകും, വിശ്വാസം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുരോഗമിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫെയ്ത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? വാസുദേവ കഥാരുചി. വാസുദേവ കഥ, അതായത് ഭഗവാന്റെ കഥ കേൾക്കാൻ നമ്മൾക്ക് താല്പര്യമുണ്ടാകും. ഇതുപോലുള്ള ക്ലാസ്സുകളും നമ്മൾ പരിശുദ്ധ ഭക്തന്മാരുടെ ക്ലാസ്സുകൾ, ശ്രീല പ്രഭുപാദരുടെ ക്ലാസ്സുകൾ, ഗുരുക്കന്മാരുടെ ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ കേൾക്കും. അങ്ങനെ നമ്മൾക്ക് പതുക്കെ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭജനക്രിയ എന്ന് പറയുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ. എന്താണ്? ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവ കഥാരുചി മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവനാത് എന്നുള്ള ആ പാർട്ടിൽ പറയുന്നത് എന്താണ്? 3 കാര്യങ്ങൾ. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ. ഇത് 3മാണ് ആദ്യത്തെ 3 സ്റ്റേജ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസം. ഈ ഭക്തന്മാരിലും പരിശുദ്ധ ഭക്തന്മാരിലും ഭഗവാനിലും നമുക്കുള്ള വിശ്വാസം. പിന്നെ എന്താണ്? സാധുസംഗ, അവരോടൊപ്പം ചേർന്ന് അവർക്ക് സേവനം ചെയ്ത്. പിന്നെ എന്താണ്? വാസുദേവ കഥാരുചി, അവരുടെ കയ്യിൽ നിന്നും വാസുദേവനെ കുറിച്ച് നമ്മൾ കേൾക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? നമ്മൾക്ക് ഭജനക്രിയ. ഇതിനാണ് നമ്മൾ ഭജനക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഫെയ്ത്ത് വളരും. എന്നിട്ട് എന്ത് സംഭവിക്കും? അടുത്ത ശ്ലോകം, 17ാമത്തെ ശ്ലോകം, 17th ശ്ലോക. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹി അഭദ്രാണി വിധുനോതി സുഹൃത്സതാം. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹി അഭദ്രാണി വിധുനോതി സുഹൃത്സതാം. എന്താണ് സംഭവിക്കുന്നത്? ശൃണ്വതാം, കേൾക്കുന്നു. എങ്ങനെ കേൾക്കുന്നു? നമ്മൾ മഹത് കൃപ കൊണ്ട്, ആ സാധുസംഘ കൊണ്ട്, ആ ഭജനക്രിയ ചെയ്യുമ്പോൾ നമ്മൾ കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നു. ശൃണ്വതാം സ്വകഥ കൃഷ്ണ. കൃഷ്ണൻ ആരാണ്?
പുണ്യശ്രവണ കീർത്തനനാണ്. അതായത് വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ശ്ലോകങ്ങളും വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ അദ്ദേഹത്തെ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉത്തമ ശ്ലോകൻ, പുണ്യശ്ലോകൻ എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഈ പുണ്യശ്രവണ കീർത്തനയായ ഭഗവാനെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ട് എന്ത് സംഭവിക്കും? കേൾക്കുമ്പോൾ വെറുതെ ഈ ചെവിയിൽ കൂടെ ഇപ്പുറത്തെ ചെവിയിൽ കൂടെ കയറി എടുത്ത് കളയുകയല്ല ചെയ്യുന്നത്. ഈ ചെവിയിൽ കൂടെ കയറി ഹൃദയത്തിലാണ് ചെല്ലുന്നത്. എവിടെയാണ് അഴുക്കുള്ളത്? നമ്മളുടെ ഹൃദയത്തിൽ. എന്താണ് ഹൃദയത്തിലുള്ള അഴുക്ക്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെയുള്ള അഴുക്ക് കൊണ്ട് വളരെ കട്ടി പിടിച്ചിരിക്കുന്ന അഴുക്കാണ്. അപ്പോൾ ചെവിയിൽ കൂടി ഈ ഔഷധം ചെല്ലുമ്പോൾ, കുലശേഖരാൾവാറും പറയും ഔഷധത്തിൻ്റെ കാര്യം. മറന്നുപോയി ആ ശ്ലോകം. ഔഷധം വന്നിട്ട് നമ്മളുടെ ഹൃദയത്തിൽ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുക? ഹൃദ്യന്തസ്തോഹി അഭദ്രാണി വിധുനോതി. വിധുനോതി എന്ന് പറഞ്ഞാൽ നല്ല കാര്യമായിട്ട് വൃത്തിയാക്കും എന്നാണ് അർത്ഥം. എന്ത് വൃത്തിയാക്കും? ഹൃദ്യന്തസ്ഥ, ഹൃദയത്തിനകത്തിരിക്കുന്ന അഭദ്രാണി. ഭദ്ര എന്ന് പറഞ്ഞാൽ നല്ലത്, അഭദ്രാണി എന്ന് പറഞ്ഞാൽ എല്ലാ അഴുക്കും. ആരാണ് വൃത്തിയാക്കുന്നത്? അത് ഭഗവാനാണ് വൃത്തിയാക്കുന്നത്. പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാംഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരത്. ശരത്കാലത്ത് ഒരുപാട് മഴ പെയ്തിട്ട് എന്തു ചെയ്യും? ആ ചീത്തയായിട്ടുള്ള വെള്ളമെല്ലാം ഒഴുകി നല്ല വെള്ളമാകുന്നത് പോലെ കൃഷ്ണൻ ഇതിലേക്കൂടെ വരും. പ്രവിഷ്ട കർണരന്ധ്രേണ, നമ്മുടെ കർണത്തിന്റെ രന്ധ്രത്തിൽ കൂടി അകത്ത് കയറും. ഭഗവാനെ കുറിച്ചുള്ള കഥ കേട്ട് കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. എന്താണ് അകത്ത് കയറിയിട്ട് എന്ത് സംഭവിക്കും? ഹൃദയത്തിൽ ഒരു കമലമുണ്ട്. ആ കമലത്തിലാണ് ഭഗവാന്റെ സ്ഥാനം. പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവ സരോരുഹം. എന്നിട്ട് അവിടെ ഭഗവാൻ വെറുതെ ഇരിക്കുന്ന ജോലിയല്ല, ഭഗവാൻ അവിടെ ഇരുന്ന് നല്ല ജോലി ചെയ്യും. എന്ത് ജോലി ചെയ്യും? ധുനോതി ശമലം കൃഷ്ണ. കൃഷ്ണൻ അവിടെ ഇരുന്ന് വൃത്തിയാക്കും. നമ്മുടെ ഹൃദയത്തിലെ അഴുക്കെല്ലാം വൃത്തിയാക്കുന്ന ജോലി ഭഗവാന്റെയാണത്രേ. അതും ഇവിടെ തന്നെ പറയുന്നു, ഹൃദയ അന്തസ്തോഹി അഭദ്രാണി വിധുനോതി. ആരാണ്? സതാം സുഹൃത്തായിട്ടുള്ള ഭഗവാൻ. അപ്പൊ കൃഷ്ണ കഥ കേട്ട് കഴിഞ്ഞാൽ ആദ്യം ആദ്യം ശ്രദ്ധ. അതിനു മുമ്പ് 2 സ്റ്റേജ് ഉണ്ട്. മഹത് സേവ, സതാം കൃപ. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ശ്രദ്ധ വന്നു. പിന്നെ നമ്മൾ ഭജനക്രിയ ചെയ്യാൻ ആരംഭിച്ചു. ഗുരുവിനെ, അതായത് പരിശുദ്ധ ഭക്തന്മാരെ സേവിക്കുന്നതിനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മഹത് സേവ തന്നെയാണ് ഭജനക്രിയ എന്ന് പറയുന്നതും. ഇത് ചെയ്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അനർത്ഥങ്ങളൊക്കെ പതുക്കെ മാറാൻ തുടങ്ങും. ഭജനക്രിയ കഴിഞ്ഞ് അടുത്തത് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്ന സ്റ്റേജാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ അഴുക്കൊക്കെ ആര് കഴുകി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു? ഭഗവാൻ കഴുകി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ കഴുകി മാറ്റിക്കൊണ്ടേയിരിക്കുമ്പോൾ ഹൃദ്യന്തസ്തോഹി അഭദ്രാണി വിധുനോതി. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 18ാമത്തെ ശ്ലോകം പറയുന്നു, നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. 18ാമത്തെ ശ്ലോകം നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള ശ്ലോകം അല്ലെ? നമ്മൾ എപ്പോഴും ഭാഗവതത്തിന് മുന്നേ പറയുന്ന ശ്ലോകം. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. എന്ത് സംഭവിക്കും? നഷ്ടപ്രായേഷു അഭദ്രേഷു. ഈ അഭദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ചീത്ത, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ, അഴുക്ക്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതെല്ലാം വന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കരുണ കൊണ്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കും. അങ്ങനെ കഴുകി വൃത്തിയാക്കുമ്പോൾ എന്ത് സംഭവിക്കും? നഷ്ടപ്രായേഷു അഭദ്രേഷു എല്ലാം നശിക്കും. എന്താണ് നശിക്കുന്നത്? എല്ലാ ഇന്നോസ്പീഷ്യസ്, അഭദ്ര അല്ലെങ്കിൽ അമംഗളകരമായിട്ടുള്ള എല്ലാം നഷ്ടം. എന്താണ് നഷ്ടപ്പെടുന്നത്? അമംഗളകരമായിട്ടുള്ള എല്ലാം നഷ്ടം. പിന്നെ എന്താണ്? നഷ്ടപ്പെട്ടു പോവുക മാത്രമല്ല, അവിടെ ഒരു പുതിയ കാര്യം വരികയും ചെയ്യും. ഭക്തിർഭവതി നൈഷ്ഠികീം. ആദ്യത്തെ ഭക്തി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഭക്തിയാണ്. എന്താണ്? ചിലപ്പോൾ ഭക്തി ചെയ്യും, ചിലപ്പോൾ ചെയ്യൂല, ചിലപ്പോൾ ജപിക്കും, ചിലപ്പോൾ ചെയ്യൂല, അങ്ങനെ സ്ഥിരതയില്ലാത്ത ഭക്തിയാണ്. അപ്പോൾ ഈ ഭജനക്രിയ കഴിഞ്ഞിട്ട് നിഷ്ഠ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നിഷ്ഠ എന്ന് പറഞ്ഞാൽ
എന്താണ് ഇവിടെ പറയുന്നത്? ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർ നൈഷ്ഠികി, അതായത് നിഷ്ഠയോടുകൂടിയുള്ള ഭക്തി. പിന്നെ നിങ്ങൾക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും പുറകിൽ നിന്ന് ഉന്തേണ്ട കാര്യമില്ല. നമ്മൾ തനിയെ ചെയ്യും. കാരണം നമ്മളുടെ ഹൃദയത്തിലെ അനർത്ഥങ്ങൾ ഭഗവാൻ കഴുകി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ആ സ്ഥലത്ത് താമസം തുടങ്ങി. അപ്പൊ ഭഗവാൻ ആ സ്ഥലത്ത് താമസം തുടങ്ങുക എന്ത് സംഭവിക്കും? നമ്മൾ നിഷ്ഠയുള്ള ഭക്തിയുള്ളവരാകും. അതിന് മുമ്പേ ഉള്ള ഭക്തി എന്ന് പറയുന്നത് നിഷ്ഠയുള്ളതല്ല, അനിഷ്ട ഭക്തിയാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യും, ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ചെയ്യും. ആരെങ്കിലും പറഞ്ഞിട്ട് നാമം ജപിക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയെങ്കിലും ചെയ്യണം, എന്നാലേ എന്ത് സംഭവിക്കുകയുള്ളൂ? പതുക്കെ 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 ഇതിൻ്റെ പടവുകൾ കയറാൻ പറ്റുകയുള്ളൂ. ഇട്ടിട്ട് പോയാൽ ഈ പടവുകൾ പിന്നെ ഒന്നേന്ന് തന്നെ തുടങ്ങേണ്ടി വരും. എവിടെയെങ്കിലും വെച്ച് ഇട്ടിട്ട് പോയാൽ പിന്നെ ഒന്നേന്ന് തന്നെ തുടങ്ങണം. അതുകൊണ്ട് ഇട്ടിട്ട് പോകരുത്. എന്ത് ചെയ്യണം? പടവുകൾ കയറിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അനർത്ഥ നിവൃത്തി കൃഷ്ണനാണല്ലോ ചെയ്യുന്നത്. ഹൃദയം കൃഷ്ണനിൽ വന്നിട്ട് കൃഷ്ണൻ വന്ന് ഹൃദയത്തിൽ വന്ന് പ്രകാശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ജ്ഞാനം കൊണ്ട് നമ്മൾ ഈ അനർത്ഥങ്ങളെല്ലാം കഴുകിക്കൊണ്ടേയിരിക്കും. നിഷ്ഠ ഭക്തിർ ഭവതി നൈഷ്ഠികി എന്ന് പറയും. അത് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇപ്പോൾ എത്ര സ്റ്റേജ് നമ്മൾ കണ്ടു? ആദ്യത്തേത് ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ. 5 സ്റ്റേജായി. ഇനിയുണ്ട് 4 സ്റ്റേജ്. അതെന്താണെന്ന് നോക്കാം. 19ാമത്തെ ശ്ലോകം. തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ച യേ ചേതയേതൈരനാവൃദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ച യേ ചേതയേതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മുടെ അനർത്ഥ നിവൃത്തി, നിഷ്ഠ ഈ സ്റ്റേജ് വരെ എത്തി. അപ്പോൾ എന്ത് സംഭവിക്കും? തഥാ അപ്പോൾ എന്ത് സംഭവിക്കും? രജസ് തമ, രജസും തമസും പോലെയുള്ള ആ ഭാവങ്ങളിൽ രജസും തമസും എന്തുണ്ടാക്കും? കാമവും ലോഭവും ആദിയായ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കും. ഈ രജോ ഗുണവും തമോ ഗുണവുമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളെ കാമ ലോഭ ആദിയായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വന്നിട്ട് കെട്ടിയിടുന്നത്. അപ്പോൾ രജസും തമസിന്റെയും പ്രഭാവം മാറുമ്പോൾ ഈ കാമം, ലോഭം, ക്രോധം ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മാറിയിട്ട് സ്ഥിതം സത്വേ പ്രസീദതി. ആ സാധകൻ ഏത് ലെവലിലെത്തും? സത്വഗുണത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന ലെവലിലെത്തും. അപ്പോൾ എന്താണ്? തഥാ രജസ്തമോ ഭാവ, രജസ് തമസ് തുടങ്ങിയ താഴേക്കിടയിലുള്ള കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കും. ആര്? നിഷ്ഠയിലെത്തുമ്പോൾ ഭക്തൻ. എന്നിട്ട് കാമം, ലോഭം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നത് ആരാണ്? ഈ തമസും രജസും ഒക്കെയാണ്. ചേത ഏതൈർ അനാവിദ്ധം. എങ്ങനെയാണ്? മൈൻഡ് അൺഎഫക്റ്റഡ് ആകും. ചേതസ് എന്ന് പറഞ്ഞ മൈൻഡ്. അനാവിദ്ധം, ഒരു തരത്തിലുമുള്ള കാമവും ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം ഇതൊന്നും പിന്നെ അയാളെ ബാധിക്കുകയില്ല. എന്ത് സംഭവിക്കും? സ്ഥിതം സത്വേ പ്രസീദതി. സത്വഗുണത്തിൽ, ഉയർന്ന തരത്തിലുള്ള ഗുണത്തിൽ അയാൾ പ്രസീദതി, അയാൾ സ്ഥിതനാകും. അപ്പൊ ഇതിനെ എന്ത് സംഭവിക്കും? നമ്മൾക്ക് നിഷ്ഠ കഴിഞ്ഞിട്ടുള്ള 2 ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. നിഷ്ഠ കഴിഞ്ഞിട്ട് രുചിയും ആസക്തിയും. ആദ്യത്തേത് ശ്രദ്ധ, രണ്ടാമത്തേത് സാധുസംഗ, മൂന്നാമത്തേത് ഭജനക്രിയ, നാലാമത്തേത് അനർത്ഥ നിവൃത്തി, അഞ്ചാമത്തേത് നിഷ്ഠ. പിന്നെ രുചി, ആസക്തി, ഇത് രണ്ടും. കാരണം ഈ സത്വഗുണത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ നാമത്തോട് രുചി വരികയുള്ളൂ. ആ രുചി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നാമം. നമ്മൾ 16 മാല ജപിച്ചിട്ട് മാല എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി അതിനെ കുരിശിൽ തറയ്ക്കും. കാരണം ഇനി അടുത്ത ദിവസം രാവിലെ എടുക്കുകയുള്ളൂ. കാരണം നമ്മൾക്ക് അതിനോട് രുചിയില്ല. ഇനിയും ജപിക്കാൻ വേണ്ടിയിട്ട് രുചിയില്ല. പക്ഷേ എപ്പോഴാണോ ഒരാൾ കാമം, ലോഭം തുടങ്ങിയ ആദിയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മുക്തനാകുന്നത്, അപ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കും? സത്വഗുണത്തിൽ പ്രതിഷ്ഠിതനാകുമ്പോൾ അയാൾക്ക് നിഷ്ഠ വരും,
അതിൽ നിന്നും എന്ത് സംഭവിക്കും? അയാൾക്ക് രുചി, ആസക്തി ഇത് വരും. ആസക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം ജപിക്കാതെ അയാൾക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല. അത്രയധികം ആ നാമത്തിനോട് അയാൾക്ക് താല്പര്യമുണ്ടാകും. അതാണ് ആസക്തി എന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഇനിയും തീർന്നില്ല. ആസക്തി മാത്രം പോരാ, അതിൻ്റെ ശേഷമുണ്ട് 2 ശ്ലോകങ്ങൾ, 2 സ്റ്റേജസ് വീണ്ടും. ഏവം പ്രസന്ന മനസോ ഭഗവത് ഭക്തി യോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായത്തെ. എന്താണ് പറയുന്നത്? ഏവം പ്രസന്ന മനസോ ഭഗവത് ഭക്തി യോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായത്തെ. എന്ത് സംഭവിക്കും? 20ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറയുന്നു? രുചി, ആസക്തി കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഏവം പ്രസന്ന മനസ്സ. അങ്ങനെയുള്ളത് എന്താണ്? പ്രസന്ന മനസ്സ. പ്രസന്ന എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന മനസ്സോട് കൂടിയ ആളായി മാറും. ആ സന്തോഷം എന്ന് പറയുന്നത് താൽക്കാലികമല്ല, അത് എന്നേത്തേക്കുമുള്ള സന്തോഷമാണ്. അങ്ങനെ ഏവം പ്രസന്ന മനസ്സ, വളരെയധികം സന്തോഷിക്കുന്ന ആ വ്യക്തി എന്ത് സംഭവിക്കും? ഭഗവത് ഭക്തി യോഗതഃ, അയാള് ഭഗവത് ഭക്തി എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ എന്നും എല്ലാ സമയത്തും മുടക്കം വരാതെ അങ്ങനെ എന്തു ചെയ്യും? ആ പ്രോസസ്സിൽ നിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഭഗവത് തത്വവിജ്ഞാനം. അപ്പോൾ അയാൾക്ക് ഭഗവാനെ കുറിച്ചുള്ള എല്ലാ തരത്തിലുമുള്ള വിജ്ഞാനവും, എന്ത് വിജ്ഞാനം? ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം, ഗുണം, നാമം, ലീല ആദിയായ എല്ലാ വിജ്ഞാനവും കിട്ടും. മുക്തസംഗസ്യ ജായത്തെ. എന്താണ്? അങ്ങനെയുള്ള ഒരാള്, സംഘ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലുള്ള അനർത്ഥങ്ങളും ആയിട്ടുള്ള ആ ബന്ധനം, മുക്തസംഘ, അതായത് അതിൽ നിന്നും മുക്തി, അതായത് ലിബറേഷൻ അല്ലെങ്കിൽ മുക്തി, മോക്ഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഈ പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? മുക്തസംഗസ്യ ജായത്തെ. ഇതേത് സ്റ്റേജാണ്? അപ്പോൾ ഈ സ്റ്റേജിനെ നമ്മൾ ഭാവ പ്രേമ എന്ന സ്റ്റേജ് എന്നാണ് പറയാം. അപ്പോൾ ആദ്യത്തേത് ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥനിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ പ്രേമ. ഈ ഭാവ പ്രേമ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്റ്റേജാണ് പ്രേമ. അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേജാണ് ഭാവ. ഈ സ്റ്റേജ് നമുക്ക് എന്നിട്ട് ചിന്തിക്കാൻ പറ്റുന്ന സ്റ്റേജൊന്നും അല്ല ഇപ്പോൾ. കാരണം നമ്മളെല്ലാവരും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികതയിൽ ബന്ധനത്തിലിരിക്കുന്ന ജീവാത്മാക്കളാണ്. നമ്മൾക്ക് ഈ ഭാവം എന്താണ്, പ്രേമം എന്താണ്, ഇതൊന്നും ഇപ്പം മനസ്സിലാവുകയില്ല. എങ്കിലും ഇതൊരു സ്റ്റെപ്പ് ലാഡറാണ്. അതായത് എന്താണ്, ക്രമാനുഗതമായിട്ട് നമ്മൾ പുരോഗമിക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്? ഭാവ അല്ലെങ്കിൽ പ്രേമ, ഭാവ പ്രേമ. ഈ 2 സ്റ്റെപ്പുകളാണ് അവസാനം. കംപ്ലീറ്റ്ലി വന്നിട്ട് മനസ്സ് പ്രസന്നമാകും. ഭഗവാനെ കുറിച്ചുള്ള എല്ലാ തരത്തിലുമുള്ള ജ്ഞാനവും അയാൾക്ക് നേടും. അതാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എത്ര സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞു? 9 സ്റ്റേജും അല്ലേ? നിഷ്ഠ, ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥനിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. നമ്മൾ പറഞ്ഞത് 9 സ്റ്റേജാണ്. പക്ഷെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇതിൻ്റെ മേലെ 2 സ്റ്റേജും ഇതിൻ്റെ താഴെ 2 സ്റ്റേജും, അതായത് ശ്രദ്ധയ്ക്ക് താഴെ മഹത് സേവ സതാം കൃപ എന്ന് പറയുന്ന 2 സ്റ്റേജും, ഏറ്റവും മേലെ പ്രേമ, അതിൻ്റെ മേലെ ദർശനം, ഹരേർ മാധുര്യ അനുഭവം, ഇങ്ങനെ 2 സ്റ്റേജും പറയുന്നുണ്ട്. അതിൻ്റെ ഹയർ സ്റ്റേജസ് ആണ്. അത് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിലും ഈ ഒരു 9 പ്രോസസ്സ് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നാലും മതി. അപ്പോഴോ എന്ത് സംഭവിക്കും? 21st ശ്ലോക, 21ാമത്തെ ശ്ലോക. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ റിസൾട്ട്? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയ ക്ഷീയന്തി ചാസ്യ കർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ. എന്താണ്? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയ ക്ഷീയന്തി ചാസ്യ കർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ. എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞു കർമ്മഗ്രന്ഥി നിബന്ധനം, അതും ഇവിടെ തന്നെ അതും പറയുന്നു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ആ ഹാർഡ് നോട്ട്
കർമ്മം, പ്രതികർമ്മം, ഗുണം, പാപം, പുണ്യം, ഇതിൻ്റെ എല്ലാം നോട്ട് ഹൃദയത്തിലുണ്ടായിരുന്നത് ഭിദ്യത്തെ, എല്ലാം നശിച്ചു പോകും. ആ നോട്ടെല്ലാം മുഴുവൻ നശിച്ചു പോയിട്ട് എന്ത് സംഭവിക്കും? ഛിദ്യന്തേ സർവ സംശയ, എല്ലാ സംശയങ്ങളും തീരും. എന്താണ് സംശയങ്ങൾ? ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നത്? ഞാൻ ആരുടെ അംശമാണ്? അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ എന്താണ് എൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ സംശയങ്ങൾക്കെല്ലാം വിരാമമാകും. കാരണം ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീല ആദി ആയവയെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം സ്വതവേ വന്നിട്ട് ആൻസേർഡ് ആകും, അല്ലെങ്കിൽ എന്താണ് ആൻസർ കിട്ടും. അപ്പോൾ ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷയന്തി ച അസ്യ കർമാണി. പിന്നെ അയാൾ എന്താണ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വന്നിട്ട് എന്താണ് ചെയിൻ ഓഫ് കർമ്മ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ കർമ്മത്തിന്റെ പ്രതികർമ്മത്തിന്റെ ആ ചെയിൻ എല്ലാം അങ്ങോട്ട് നിൽക്കും. ക്ഷയന്തി ച അസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. എന്താണ് ദൃഷ്ട ഏവാത്മനീശ്വരേ? നമ്മൾ തന്നെ ഈശ്വരനായിട്ട് കാണുന്നതാണ് ഈ കർമ്മങ്ങളെല്ലാം. ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത്, ഞാനാണ് ഈ കർമ്മത്തിൻ്റെ പ്രവർത്തനം അനുഭവിക്കുന്നത്, ഞാനാണ് ഇതിൻ്റെ ഭോക്താവ്, ഞാനാണ് ഇതിൻ്റെ എന്താണ് അഹം, എന്താണ് ഞാനാണ് ഇതിൻ്റെ ആസ്വാദകൻ, ഞാനാണ് ഇതിൻ്റെ കർത്താവ്. ഇതെല്ലാം ഞാൻ 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 ഐ ആം എന്ന് പറയുന്നത്, ഐ മീ മൈൻ എന്നൊക്കെ പറയുന്ന ആ ചിന്താഗതി, അതാണ് ഭൗതിക ലോകത്തിൽ നമ്മളെ പിടിച്ചു കെട്ടുന്ന ഒരു സാധനം. അപ്പോൾ അതെല്ലാം മാറിക്കൊണ്ട് ഞാൻ ഈശ്വരനല്ല, പിന്നെ ആരാണ് ഞാൻ ഈശ്വരൻ്റെ അംശമാണ് എന്നുള്ള ആ ദാസത്വ അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതാണ് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷയന്തേ ച അസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. അപ്പോൾ ഇതാണ് ഭക്തിയുടെ പടവുകൾ. ഏതൊക്കെയാണ്? ഒന്ന് ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. ഈ 16 മുതൽ 21 ശ്ലോകം വരെ സൂത ഗോസ്വാമി വിവരിച്ചേക്കുന്നത് ഈ ഭക്തിയുടെ പ്രോസസ്സിനെ കുറിച്ചാണ്. വളരെയധികം മനോഹരമായിട്ടുള്ള ഭാഗം. നിങ്ങൾക്ക് ഹൃദിസ്ഥമാക്കാൻ പറ്റുമെങ്കിൽ വളരെയധികം എന്താണ് താല്പര്യത്തോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം ആ ശ്ലോകങ്ങളെല്ലാം. മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഇനി 22 ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെയുള്ള എൻലൈവനിങ് ഭക്തി, അതായത് അപ്രകാരമുള്ള ഭക്തിയാണ് എന്ത് ചെയ്യേണ്ടത്? ആത്മപ്രസാദത്തിനു വേണ്ടിയിട്ടുള്ള കാര്യമായിട്ട് എല്ലാ ട്രാൻസെൻഡലിസ്റ്റുകളും, അതായത് അതീന്ദ്രിയവാദികളെല്ലാം ചെയ്യുന്നത്. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനിം. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനിം. എന്തു പറയുന്നു? അഥോ വൈ കവയോ. കവയോ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ എന്നറിയാം. അറിവുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. കവയോ. അപ്പോൾ ഈ അറിവുള്ളവർ അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനികൾ നിത്യം പരമയാ മുദ, അതായത് വളരെ സന്തോഷത്തോടു കൂടി. ഈ ഭക്തി എന്ന് പറയുന്ന പ്രോസസ്സ് ആരും നിർബന്ധിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. കാരണം ഏവം പ്രസന്ന മനസ്സ്, ആ സ്റ്റേജിലാണ് അവർ. എന്താണ് ഈ ഹൃദയഗ്രന്ഥിയെല്ലാം മാറിക്കഴിയുമ്പോൾ, കാമം, ക്രോധം, ലോഭം എല്ലാം മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രുചി, ആസക്തി. ആ സ്റ്റേജിൽ വരുമ്പോഴത്തേനും അവർ തന്നെയാണ് ഭക്തി ചെയ്യുന്നത്. അവരെ ആരും പുറകിൽ നിന്നും എന്ത് ചെയ്യേണ്ട, പ്രചോദിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെയാണ് ഭക്തി. പരമയാമുദ. എന്താണ് പരമയാമുദ എന്ന് പറഞ്ഞാൽ? പരമയാമുദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വിത്ത് ഗ്രേറ്റ് ഡിലൈറ്റ്, അവർ ഇഷ്ടത്തിന് ചെയ്യുന്നതാണത്. അതിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്? അത്രയധികം അതിന് ആസക്തിയും രുചിയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പരമയാ മുദ. ഇങ്ങനെയാണ് അതീന്ദ്രിയവാദികൾ ഭക്തി ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ പോലെ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങും, എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തും, കുറച്ച് ജപിക്കും, പിന്നെ ബാക്കി ജപിക്കാമെന്ന് പിന്നെ പറയും, അല്ലെങ്കിൽ പിന്നെ അത് മറന്നുപോകും. ഇതൊക്കെ എന്താണ്? അനിഷ്ടി ഭക്തിയാണ്. അനിഷ്ടിക ഭക്തി എന്ന് പറയും. അതുകൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഈ സ്റ്റെപ്പിന്റെ മേലെ എത്താൻ പറ്റുകയില്ല. നിഷ്ഠ, രുചി, ആസക്തി ഇത് വന്നിട്ട് പ്രോഗ്രസീവാണ്. ഇവിടുന്ന് ജമ്പ് ചെയ്ത് മേലെ കയറാൻ പറ്റുകയില്ല. ശരി, ഇപ്പം ഞാൻ ശ്രദ്ധയിലാണ് നിൽക്കുന്നത്, ഇനി ചാടി ഞങ്ങൾക്ക് മേലെ പോയിട്ട് ഭാവത്തിൽ എത്താമെന്ന് വിചാരിച്ചാൽ
നടക്കൂല. ആ ഭാവം എന്ന് പറയുന്നത് പ്രകൃത സഹജീയ, അതായത് നമ്മൾ ഊഹിച്ചുണ്ടാക്കുന്ന ഭാവം. ഞാൻ ആരായിരിക്കാം, ഞാൻ അതായിരിക്കാം, ഞാൻ മയിലായിരിക്കാം, ഞാൻ മാനായിരിക്കാം, ഗോലോക വൃന്ദാവത്തിൽ പുല്ലായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചിന്തിച്ചുണ്ടാകുന്ന ഊഹാപോഹം കൊണ്ടുണ്ടാക്കുന്ന ഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ കാര്യമില്ല. കാരണം ആ ഭാവം എന്ന് പറയുന്നത് എന്താണ്? പ്രകൃത സഹജീയ. നമ്മൾക്ക് അവിടെ വരെ ഉയർന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഭഗവാനെ പിടിച്ച് താഴേക്ക് വലിക്കും. ഭഗവാൻ വന്നിട്ട് സാധാരണ മനുഷ്യനാണ് എന്നൊക്കെ പറയും. ഭഗവാൻ ഈ ഗോപിമാരോടൊപ്പം നൃത്തം ചെയ്യുന്നത് കാമമാണ് എന്നൊക്കെ പറഞ്ഞു കളയും. എന്താണ് കാരണം? നമ്മൾ കാമത്തിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് മേലോട്ട് ഉയർന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ കൃഷ്ണന്റെ നിലയെ ഇങ്ങ് താഴോട്ട് വലിച്ചിടും. എന്നിട്ട് നമ്മൾ പറയും ഞാനും കൃഷ്ണനും തുല്യനാണെന്ന് പറയും. അതല്ല ഈ പറയുന്ന ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പ്രോസസ്സാണ്. ഈ ശ്രദ്ധ കഴിഞ്ഞ് സാധുസംഘ ഭജനക്രിയ കഴിഞ്ഞിട്ട് അനർത്ഥ നിവൃത്തി എന്നും പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് എത്ര നാൾ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ സിൻസിയറിറ്റി പോലെ ഇരിക്കും. നമ്മൾ ജപിക്കുന്നതും എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ എത്ര ആത്മാർത്ഥതയോടു കൂടിയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും ഈ അനർത്ഥ നിവൃത്തി വരുന്നത്. അങ്ങനെ അനർത്ഥ നിവൃത്തി വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ബാക്കി ഫാസ്റ്റ് ഫോർവേഡാണ്. ഈ നിഷ്ഠ ശ്രദ്ധ സാധുസംഘ ഭജനക്രിയ കഴിഞ്ഞിട്ട് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത് ഈ ജന്മം എടുക്കാം, പല ജന്മങ്ങൾ എടുക്കാം, കോടാനുകോടി ജന്മങ്ങൾ എടുക്കാം. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളുടെ ആത്മാർത്ഥതയും ഭഗവാന്റെ കാരുണ്യവും എല്ലാം ആശ്രയിച്ചിരിക്കും ഈ അനർത്ഥ നിവൃത്തി എന്ന് പറയുന്ന സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? പിന്നെ നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, ഇത് വന്നിട്ട് ഫാസ്റ്റ് ഫോർവേഡാണ്. അവിടെ എത്തിയാൽ മാത്രമേ മേലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അനർത്ഥ നിവൃത്തി ഇല്ലാതെ നമുക്ക് ചാടിക്കേറി മേലേക്ക് പോകാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാ ട്രാൻസെൻഡന്റലിസ്റ്റുകളും ഇവിടെ പറയുന്നത് എന്താണ്? കവയോ. ആരാണ് കവയോ? ട്രാൻസെൻഡന്റൽ അതീന്ദ്രിയവാദികൾ. അതോ വൈ കവയോ നിത്യം ഭക്തിയാ പരമയാമുദ. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവർ ഭക്തി ചെയ്യുന്നത്. ആരോടുള്ള ഭക്തി? വാസുദേവേ ഭഗവതി കുർവന്തി ആത്മപ്രസാദനി. ആ ഭക്തി എന്താണ്? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആത്മപ്രസാദനി. നേരത്തെ നമ്മൾ കേട്ടു യയാത്മാ സുപ്രസീദതി, ഏനാത്മാ സുപ്രസീദതി. ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആത്മപ്രസാദനി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രസാദിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ 16 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ ഭക്തിയുടെ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയുടെ പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ സൂതഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾക്കൊരു ചോദ്യം ഉണ്ടായേക്കാം. ചോദ്യം അവർ ചോദിക്കുന്നില്ലെങ്കിലും നമ്മൾ ചിന്തിക്കണം, എന്തായിരിക്കും ആ ചോദ്യം? വാസുദേവേ ഭഗവതി അല്ലേ? അതായത് ഭഗവാൻ വാസുദേവനോടുള്ള ഭക്തിയെക്കുറിച്ചാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് വാസുദേവൻ്റെ മാത്രം പറയാൻ കാരണം? വൈ ഓൺലി വാസുദേവ? അപ്പോൾ ഈ 23 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ വാസുദേവ ഭഗവതി, ആ വാസുദേവനെ കുറിച്ചുള്ള ആ വാസുദേവനോടുള്ള ഭക്തിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയും. എന്താണ് പറയുന്നത്? ഭഗവാൻ വിഷ്ണു ആണ് വർഷിപ്പ് ചെയ്യപ്പെടേണ്ട വ്യക്തി എന്ന് സ്ഥാപിക്കുന്നു. ആര്? സൂത ഗോസ്വാമി. ഇവിടെ എന്താണ് പറയുന്നത്? 23ാമത്തെ ശ്ലോകം. സത്വം രജസ്തമ ഇതി പ്രകൃതേർ ഗുണാസ്തേ സത്വം രജസ്തമ ഇതി പ്രകൃതേർ ഗുണാസ്തേർ യുക്ത പരപുരുഷ ഏക ഇഹ യസ്യ ധത്തെ. അങ്ങനെയല്ലല്ലോ. സത്വം രജസ്തമ ഇതി പ്രകൃതേർ ഗുണാസ്തേർ യുക്ത പരപുരുഷ ഏക ഇഹസ്യ ധത്തെ സ്ഥിത്യാദേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞ ശ്രേയാംസി തത്ര ഖലു സത്വതനോർ നൃണാം സ്യൂ. ഇത് വളരെ നീളമുള്ള ശ്ലോകമാണ്. ആക്ച്വലി ഇത് ഈ മീറ്ററിലല്ല വായിക്കേണ്ടത്. ഓക്കെ. സത്വം രജസ്തമ ഇതി പ്രകൃതേർ ഗുണാസ്തേർ
യുക്ത പരപുരുഷ ഏക ഇഹാസ്യഥാത്തെ സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യു. ബ്രഹ്മസംഹിതയുടെ ട്യൂണിലാണ് ഇത് വായിക്കുന്നത്. സത്വം രജസ്തമ ഇതി പ്രകൃതേർഗുണാസ്തേർ യുക്ത പരപുരുഷ ഏക ഇഹാസ്യധത്തെ സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യു. എന്താണ് പറയുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. അതിൻ്റെ ട്രാൻസ്ലേഷൻ 3 മോഡിനെ കുറിച്ച് പറയുന്നു. 3 ഗുണങ്ങൾ, സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങൾക്കും ഒരു പ്രിസൈഡിങ് ഡേറ്റ്, അധിദേവത ഉണ്ട്. ആ അധിദേവതകൾ ആരൊക്കെയാണ്? സത്വഗുണത്തിൻ്റെ അധിദേവത ഭഗവാൻ വിഷ്ണു, രജോ ഗുണത്തിൻ്റെ അധിദേവത ഭഗവാൻ ബ്രഹ്മദേവൻ, ഓക്കെ. തമോ ഗുണത്തിൻ്റെ അധിദേവത ലോർഡ് ശിവ. ഈ 3 അധിദേവതമാരിലും ഏറ്റവും ആരാധനയ്ക്ക് അർഹൻ എന്നത് എന്താണ്? ഭഗവാൻ വിഷ്ണുവിനോടുള്ള ആരാധനയാണ് എന്ന് പറയുന്നു. കാരണം സത്വഗുണം എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമമായ ഗുണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രഹ്മദേവനെയോ ഭഗവാൻ ശിവനെയോ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? താഴ്ത്തി കെട്ടുന്നില്ല. ഇവിടെ ബ്രഹ്മദേവൻ രജോ ഗുണത്തിൻ്റെ അധിപതിയാണ്, ലോർഡ് ശിവ തമോ ഗുണത്തിൻ്റെ അധിപതിയാണ്. പക്ഷേ ഇവർ രണ്ടും ഈ ഗുണങ്ങൾക്ക് അധീനരാണ് എന്ന് പറയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ബ്രഹ്മദേവൻ, വിഷ്ണു, ശിവൻ, ലോർഡ് ശിവ, ഇവരെ 3 പേരെയും ഈ ഗുണങ്ങളുടെ അധിപതിയാണ് എന്നാണ് പറയുന്നത്. ഇവർ ഈ ഗുണത്തിലാണ് എന്നല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ള ജീവാത്മാക്കളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 3 പേരും വന്നിട്ട് ഈ ഗുണങ്ങൾക്ക് അധീനരായിട്ട് ഇരിക്കുന്നില്ല. ബ്രഹ്മദേവൻ, വിഷ്ണു, ലോർഡ് ശിവ, ഇവർ ഈ ഗുണങ്ങളുടെ അധിപതിയാണ് എന്നാണ് പറയുന്നത്. അതിനെ നിയന്ത്രിക്കുന്നത് അവരാണ്. അതുകൊണ്ട് അവരൊരിക്കലും ആ ഗുണത്തിന് അടിപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ ഇവരെ 3 പേരെയും നമ്മൾ താഴ്ത്തി കെട്ടണവുമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഓഫ് ദീസ് 3 all human beings can derive ultimate benefit from Vishnu, the form of quality of goodness. ഈ സത്വഗുണത്തിൻ്റെ അധിദേവതയായ ഭഗവാൻ വിഷ്ണുവിനെ വർഷിപ്പ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഭക്തി എന്ന് പറയുന്നത് വാസുദേവേ ഭഗവതി ആയിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ. കാരണം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര, ഇത് 3 ഗുണാവതാരങ്ങളാണ് ഭഗവാന്റെ. ക്രിയേഷൻ അല്ലെങ്കിൽ സർഗം, മെയിൻ്റനൻസ് അല്ലെങ്കിൽ എന്താണ് സ്ഥിതി, അല്ലെങ്കിൽ സംഹാരം അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, ഇത് 3ഉം നടത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഗുണാവതാരങ്ങളായിട്ട് വരുന്നതാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. ഇത് നമ്മൾക്ക് സർഗം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്ന ആ അധ്യായത്തിൽ ഇനിയുള്ള ഭാഗവതം തുടങ്ങിക്കഴിയുമ്പോൾ 3ാമത്തെ ക്യാൻറ്റോയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് ഇത് കാര്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര? സർഗ, സ്ഥിതി, സംഹാര അല്ലെങ്കിൽ സൃഷ്ടി, സ്ഥിതി, സംഹാര, ഇതിന് വേണ്ടിയിട്ടുള്ള ഗുണാവതാരങ്ങളാണ്, ഭഗവാന്റെ ഗുണാവതാരങ്ങളാണ്. അപ്പോൾ ആരാണ് അപ്പോൾ ഇതിനകത്ത് വാസുദേവേ ഭഗവതി എന്ന് പറയാൻ കാരണം ഈ സത്വഗുണത്തിനും മേലെ പോയാൽ മാത്രമേ ലിബറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് ഭൗതിക പ്രപഞ്ചത്തിൽ സത്യലോകം എന്ന് പറയുന്ന ആ ഉന്നത ഗ്രഹത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അതും ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെയാണ്. മഹാദേവൻ ബ്രഹ്മദേവനെ കാട്ടിലും ഉന്നതനായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അത് ഭൗതിക പ്രപഞ്ചത്തിനെയും ആധ്യാത്മിക പ്രപഞ്ചത്തിനെയും ഇടയ്ക്കാണ് ഇരിക്കുന്നത്. മഹാദേവന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു ഭൗതിക പ്രപഞ്ചത്തിന്റെ അധിപതിയായിട്ട് വെച്ചിരിക്കുകയാണ്. ദുർഗ, മായാ പ്രകൃതി, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ദുർഗ അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ശക്തിയുടെ അധിപതി ആയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഭൗതിക പ്രപഞ്ചത്തിൽ ചില കർത്തവ്യങ്ങൾ ചെയ്യാനുള്ള
ആ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഭൗതിക പ്രപഞ്ചത്തിനും ആധ്യാത്മിക പ്രപഞ്ചത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് ആര്? ഭഗവാൻ ശിവൻ ഇരിക്കുന്നത്. അദ്ദേഹം ആ ഗുണങ്ങൾക്ക് അധീനനാണെന്നല്ല പറയുന്നത്, അദ്ദേഹത്തെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ അവിടെയാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. ഇനി ആ തലവും കഴിഞ്ഞ് ആധ്യാത്മിക ലോകങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വൈകുണ്ഠ ലോകങ്ങളും ഗോലോക വൃന്ദാവനും ഉൾപ്പെടെയുള്ള ആധ്യാത്മിക ലോകങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ ആരെ ആരാധിക്കണം? യഥാർത്ഥത്തിൽ ആരെ ആരാധിച്ചാലേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ? ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ചാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അൾട്ടിമേറ്റ് ബെനഫിറ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എന്താണ്? പരോധർമ്മം എന്ന് പറയുന്നത് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത, അതായത് ഭഗവാൻ വാസുദേവനോടുള്ള ഭക്തിയാണ് എന്ന് പറയുന്നത്. ഇത് മറ്റു രണ്ടുപേരെയും താഴ്ത്തി കെട്ടുന്നതല്ല. അവർ ഗുണാവതാരങ്ങളാണ് ഭഗവാന്റെ. എന്താണ് അവരുടെ കർത്തവ്യം? അവർക്ക് ഈ രജോ ഗുണത്തിനെയും സത്വഗുണത്തിന്റെയും അധിപതികളാണ്, ഭൗതിക പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എന്ത് ചെയ്യാനുണ്ട്? കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവർക്ക് വന്നിട്ട് താഴേക്കിടയിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നതേ ഇല്ല. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ആ വ്യക്തിത്വങ്ങളെ, അതായത് അത്രയും എലിവേറ്റഡ് ആയിട്ടുള്ള ഉന്നതരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഡിറൈഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 23-ാമത്തെ ശ്ലോകത്തിൽ വാസുദേവേ ഭഗവതി, എന്തുകൊണ്ടാണ് ആ വാസുദേവനെ വർഷിപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വാസുദേവനെ വർഷിപ്പ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം, അതായത് 24-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരേ കൃഷ്ണ.